പ്രൈസ് ദി ലോർഡ്. സഭാകാലങ്ങൾ എന്ന വിഷയത്തിൻ്റെ രണ്ടാമത്തെ സഭാകാലം നോക്കുകയാണ്. നേരത്തെ 3 എപ്പിസോഡായിട്ട് 15 മിനിറ്റുള്ള 3 എപ്പിസോഡ് സംസാരിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും വേണമെന്നുള്ളത് വിളിക്കുക, ഈ വാട്സപ്പ് നമ്പറിൽ വരിക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ രണ്ടാമത്തെ സഭാകാലം അത് AD 70, ഒന്നാമത്തെ സഭാകാലം AD 53 മുതൽ AD 170 വരെ. രണ്ടാമത്തെ സഭാകാലം AD 170 മുതൽ 312 വരെ. അപ്പോൾ ഒന്നാമത്തെ സഭാകാലത്തിൽ പരിശുദ്ധാത്മാവിനാൽ തുടങ്ങിയ യേശുക്രിസ്തു നാമത്തിലെ സ്നാനവും യേശുക്രിസ്തു നാമത്തിലുള്ള വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലതും കർത്താവായി യേശുക്രിസ്തു നാമത്തിൽ ചെയ്യണം എന്ന് പറഞ്ഞതിനെ അപ്പോസ്തലൻ പറഞ്ഞ് 4:12 പറഞ്ഞപ്പോൾ 5 വാക്യം താഴെ മഹാപുരോഹിതന്മാരിലൂടെ പിശാച്, ഒന്നാമത്തെ കുതിരപ്പുറത്ത് സവാരിക്കാരൻ വന്ന് സഭയ്ക്കകത്ത് വിശ്വാസികൾ എന്ന് പറയുന്ന മഹാപുരോഹിതന്മാരുടെ ഉള്ളിലൂടെ ഇരുന്ന് പറഞ്ഞു, ഈ നാമം അശേഷം മിണ്ടരുത്, ആരോട് ഉപദേശിക്കരുത്. യേശുക്രിസ്തു നാമം അശേഷം മിണ്ടരുത്. അത് തന്നെയാണ് അന്ന് മുതൽ ഇന്ന് വരെയും എല്ലാ സഭകളും യേശുക്രിസ്തു നാമത്തിൽ സ്നാനം ചെയ്യുന്നില്ല. ബൈബിൾ അതാ ചെയ്തിരിക്കുന്നത്. യേശുവിൻ്റെ ഇഷ്ടം അപ്പോസ്തലനെ കേൾക്കാനാണ്. അപ്പോൾ അങ്ങനെ ഒന്നാമത്തെ ദൈവസഭയെ തകർത്ത് കളഞ്ഞ ആ പിശാചിൻ്റെ പ്രവൃത്തികളെ കുറിച്ചാണ് പറയുന്നത്. എന്നിട്ട് ദൈവം കരുണ തോന്നി ഓരോ സഭാകാലങ്ങളിൽ ഓരോ വ്യക്തികളെ അയച്ച്, ഓരോ ഏഞ്ചലിനെ അയച്ച് ഒരു വ്യക്തിയുടെ ഉള്ളിൽ പ്രവേശിച്ചിട്ട് ദൈവം ആ വ്യക്തിയിലൂടെ സംസാരിക്കുമ്പോൾ അപ്പോസ്തലന്മാരെ അപ്പന്മാരുടെ വിശ്വാസത്തിലേക്ക് മടക്കി കൊണ്ടുവരുന്നതാണ് ഓരോ സഭാകാലത്തിൽ. അത് തന്നെയാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എന്ന് പറയുമ്പോൾ 7ാമത്തെ സഭയിലാണ് ഞാൻ പോകുന്നത്. പെന്തക്കോസ്ത് 6ാമത്തതാണ്. ഇപ്പോൾ ഞാൻ അത് ശരിയായ അപ്പോസ്തലന്മാരുടെ വിശ്വാസത്തിലേക്ക് മടങ്ങി വരാനായിട്ട് ആണ് ഈ വചനങ്ങൾ പറയുന്നത്. ഓക്കെ, ഇവിടെ ഒന്നാമത്തെ സഭയുടെ ദൂതൻ പൗലോസ് ആയിരുന്നു. രണ്ടാമത്തെ സഭയുടെ ദൂതൻ ഇവിടെ ഇറാനിയോസ് ആണ്. AD 170 മുതൽ 312 വരെ. ഇത് വെളിപ്പാട് പുസ്തകം 2ാമത്തെ അധ്യായം 8 മുതൽ 11 വരെയുള്ള വാക്യമാണ് സഭ രണ്ടാമത്തെ സഭാകാലത്തിന് വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തന്നെ ഈ രണ്ടാമത്തെ സഭാകാലത്തിലും വെളിപ്പാടിൽ നിന്ന് 6ാമത്തെ അധ്യായത്തിൽ ഒന്നാമത്തെ കുതിര സവാരിക്കാരൻ തന്നെയാണ് ഇപ്പോൾ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ കുതിര സവാരിക്കാരൻ തന്നെയാണ്. വെളിപ്പാട് പുസ്തകം 2ന്റെ 3, 4 വാക്യങ്ങൾ തന്നെയാണ്. ഇവിടെ ഈ രണ്ടാമത്തെ സഭാകാലത്തിൽ കർത്താവ് പറഞ്ഞൊരു ദൂതുണ്ട്, മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ജീവകിരീടം പ്രാപിക്കും. ഒന്നാമത്തെ എഫെസസ് സഭയിൽ ദുരുപദേശം എന്ന ഒരു ആപ്തവാക്യവുമായി വന്നവൻ, അതായത് എതിർ ക്രിസ്തു സാത്താൻ, പുരോഹിതന്മാരിലൂടെ തന്നെ സംസാരിച്ചിരുന്നു. രണ്ടാമത്തെ കുതിരപ്പുറത്ത് വന്ന ആ ചുവന്ന കുതിരപ്പുറത്ത് വന്നവൻ, കുതിര സവാരിക്കാരൻ ഒരുത്തൻ തന്നെയാണ്. അവന്റെ സ്വഭാവം, കളറാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അവസാനം ഈ 3 കളറും കൂടെ വരും. ഏതാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിൽ ഒരു കളറാണ്. അതാണ് ഇപ്പോൾ ഈ സമയമായിരിക്കുന്നത്. ഏതാണ് ശരിയെന്ന് അറിയാത്ത തരത്തിൽ വ്യത്യസ്തമായിരിക്കുന്ന സഭകളാണ് ഇന്ന്. അതുകൊണ്ട് ശരിയായത് പറയുകയാണ്, അപ്പോസ്തലന്മാരുടെ വിശ്വാസമാണ്. ആ വിശ്വാസവും സ്നാനവുമാണ് ശരി. അപ്പോൾ ചുമന്നതായ ഒരു കുതിരപ്പുറത്ത് വന്നിട്ട് അവൻ പുരോഹിതനല്ലാതിരിക്കുക, അല്ലെങ്കിൽ യഹൂദനല്ലാതിരിക്കുക, യഹൂദനാണെന്ന് പറഞ്ഞു അവന്റെ ദുരുപദേശം ശക്തിപ്പെടുത്തുകയും സഭയെ പിടിച്ചെടുക്കാനായി നിക്കോലേവ്യ മതവിശ്വാസ പ്രമാണം കൊണ്ടുവന്നു. രണ്ടാമത്തെ സഭാകാലമായപ്പോൾ ഒരു വിശ്വാസ പ്രമാണം കൊണ്ടുവരികയാണ്. ദൈവവചനം ചുരുളുകളാണ് അന്നത്തെ ആ വേദ ഗ്രന്ഥത്തൊക്കെ മാറ്റിയിട്ട് സഭയെ അവർ അപ്പോൾ തന്നെ അതിന് സംഘടനയാക്കി. ഞങ്ങളാണ് യഥാർത്ഥ സഭ എന്ന് പഠിപ്പിച്ചു തുടങ്ങി. ഇവിടെ തുടങ്ങുന്നത് ഒരു കത്തോലിക്ക സഭയാണ്. എഫെസസ് സഭ ഒന്നാമത്തതാണ്. രണ്ടാമത്തത് വരുന്നത് കത്തോലിക്ക സഭയാണ്. അന്ന് കത്തോലിക്ക എന്നുള്ള പേരെന്ന് സർവ്വലൗകിക സഭ എന്നൊരു പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിക്കോലേവ്യരുടെ ഉപദേശം പകയ്ക്കുന്നു എന്നൊരു നന്മ ഞാൻ നിന്നിൽ കാണുന്നു എന്നാണ് ഒന്നാമത്തെ സഭയിൽ. ആ പേരാണ് അവർ ആദ്യം ഇട്ടത്. പിന്നീട് ബൈബിൾ അങ്ങനെ പറയുന്നുണ്ടല്ലോ എന്ന് കരുതിയിട്ട് എതിർ ക്രിസ്തുവിന്റെ വന്ന സഭയാണ് അപ്പോസ്തലന്മാരുടെ ഉള്ള വിശ്വാസത്തിൽ നിന്ന് മാറി നിന്ന് അവരതിനെ നിക്ക സുനഗദോസ് ആക്കി മാറ്റി. നിക്ക കൗൺസിലാണ് ഇപ്പോൾ. ഓക്കെ, അത് പൈശാചികം തന്നെയാണ്. ഞങ്ങളാണ് യഥാർത്ഥ സഭ എന്ന് പഠിപ്പിച്ചു തുടങ്ങി. വെളിപ്പാട് പുസ്തകം 2ന്റെ 9, വെളിപ്പാട് പുസ്തകം 2 പറയുന്നത്, ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും നീ ധനവാനാകുന്നു ദാനം. ഞങ്ങൾ യഹൂദർ എന്ന് പറയുന്നെങ്കിലും യഹൂദരല്ല, സാത്താന്റെ പള്ളിക്കാരായവരുടെ ദൂഷണവും അറിയുന്നു. നോക്കൂ, ഒന്നാമത്തെ സഭ ദൈവസഭയാണ്. അപ്പൊ ദൈവസഭയുണ്ട്, സാത്താന്റെ സഭയുമുണ്ട്. ഇതിന് ഉദാഹരണം ബൈബിളിൽ ധാരാളമുണ്ട്. ഈ വക മര്യാദ ഞങ്ങൾക്കില്ല, ദൈവസഭകൾക്കും ഇല്ല എന്ന് വചനം പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 11ാമത്തെ അധ്യായത്തിൽ 13 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ പറയുന്നത് ദൈവസഭകൾക്കുമില്ല. അപ്പൊ ദൈവസഭ അല്ലാത്ത സഭ ഇവിടെ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇവിടെ എന്താ, സാത്താന്റെ പള്ളി, സാത്താന്റെ സഭയുണ്ട്, എതിർ ക്രിസ്തുവിന്റെ സഭയുണ്ട്, ക്രിസ്തുവിന്റെ സഭയുണ്ട്. ക്രിസ്തുവിന്റെ സഭയിലെ സ്നാനം ക്രിസ്തുവിന്റെ ഉപദേശപ്രകാരമുള്ള കർത്താവായ യേശു ക്രിസ്തു നാമത്തിലായിരിക്കും. അവിടെ മരണടക്ക ശുശ്രൂഷയും വിവാഹ ശുശ്രൂഷയും എല്ലാം നിങ്ങൾ നോക്കൂ. ഇന്നത്തെ ഏതെങ്കിലും കത്തോലിക്ക മുതൽ പെന്തക്കോസ്തിലുള്ള ഏതെങ്കിലും സഭ, യേശുനാമ സഭകൾ ചെയ്യുന്നുണ്ട്. അവർക്ക് ഒരുപാട് വചനങ്ങൾ തെറ്റായിട്ട് അവർ പഠിപ്പിക്കുന്നുണ്ട്. യേശുനാമ സഭ, ഞാൻ അതിൽപ്പെട്ട ആളല്ല. ഓക്കെ, ഞാൻ അപ്പോസ്തലന്റെ വിശ്വാസത്തോടുകൂടി ഈ കാലത്ത് ദൈവത്തിന്റെ വെളിപ്പാടിനാൽ തുടങ്ങിയ ഒരു സഭയാണ്. ഏതെങ്കിലും സഭ നിങ്ങൾ പോകുന്ന കല്യാണം നോക്ക്, വിവാഹം അവർ യേശുക്രിസ്തു നാമത്തിൽ ചെയ്യില്ല. എല്ലാം പിതാവ് പുത്രൻ പരിശുദ്ധാത്മ. പിതാവ് നാമമല്ല, പുത്രൻ നാമമല്ല, പരിശുദ്ധാത്മാവൊന്നും നാമമല്ല.
അപ്പം ഈ നാമമല്ലാത്ത 3 വാക്ക് എന്തുകൊണ്ട്? കൊലോസ്യർ 3:17 സ്വർഗത്തിൽ നമുക്ക് വചനമായി തന്നു. എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചെയ്യുവിൻ എന്ന് പറഞ്ഞിരിക്കുന്ന വചനത്തെ എന്ത് പറഞ്ഞെങ്കിലും പിശാച് ഇതെല്ലാം പിശാചിന്റെ പുരോഹിതന്മാരാണ്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലായ നിങ്ങൾക്കത് പിടികിട്ടും. നിങ്ങൾ ചെന്ന് അവരോട് ഇത് പറഞ്ഞു നോക്കൂ. അവരുടെ ഉള്ളിലെ ഭൂതകളവെന്ന് അപ്പോഴും കാണാം. വലിയ ദേവദാസന്മാരെ, പണ്ഡിതന്മാരെ, വർഷങ്ങളോളം കണക്കിന് പഠിച്ചിട്ട് സഭയുടെ തലപ്പത്ത് നിൽക്കുന്നവർ, കറക്റ്റ് പിശാച് ഉപയോഗിക്കുന്നവരാ. അല്ലെങ്കിൽ ഇത്രത്തോളം ഘോരഘോരം പ്രസംഗിക്കുന്ന യേശു അല്ലാതെ മറ്റൊന്നുമില്ല, എല്ലാ മുഴങ്കാലും കർത്താവിന്റെ നാമത്തിൽ മടങ്ങും, യേശുവെ അങ്ങല്ലാതെ മറ്റാരുമില്ല എന്ന് പറയുന്ന അതേ അവരുടെ മുമ്പിൽ തന്നെ യേശു ക്രിസ്തു നാമത്തിൽ സ്നാനം വേണമെന്ന് പറഞ്ഞു നോക്കും. ഉള്ളിലെ ഭൂതം അപ്പോഴും അറിയാം പുറത്ത് ചേർന്നത്. ഞങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണത്. ഓക്കെ, അപ്പോൾ ആ സഭ സാത്താന്റെ പള്ളി. അപ്പോൾ രണ്ടാമത്തെ സഭാകാലം എന്ന് വെച്ചാൽ അത് പിന്നത്തേൽ കത്തോലിക്ക സഭ ആവുന്നുണ്ട്. യഹൂദൻ ഇത് സാത്താന്റെ പള്ളിക്കാരായവരുടെ ദൂഷണം അറിയുന്നു. നീ സഹിപ്പാനുള്ളത് പേടിക്കണ്ട. അതായത് അവർ നമ്മളെ ഉപദ്രവിക്കും. ഈ സഭയ്ക്കകത്ത് ഇരുന്നു കൊണ്ട് തന്നെ ഇന്ന് നിങ്ങളിൽ ആരൊക്കെയോ ഈ സഭകൾക്കകത്ത് ഇരിക്കുന്നെങ്കിലും കർത്താവിന്റെ നാമനിമിത്തം, ശരിയായ വെളിപ്പാട് നിമിത്തം അനേകം പേർ പറയുന്നതും ചെയ്യുന്നതും ശരിയല്ല എന്ന് പറഞ്ഞിരിക്കുന്ന ആരൊക്കെയുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ സംസാരിക്കുന്നത്. അവരാണ് ദരിദ്രന്മാരായവർ, ആത്മാവിൽ ദരിദ്രനായവർ. അവരോട് സുവിശേഷം അറിയിക്കാനാണ് യേശു വന്നത്. അതുപോലെ ഇന്നും ഞാൻ അറിയിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഒന്നാമത്തെ എഫെസസ് സഭയിൽ ദുരുപദേശം എന്ന ഒരു ആപ്തവാക്യവുമായി വന്നവൻ പിന്നത്തേതിൽ അവൻ ഒരു മത സിദ്ധാന്തങ്ങൾ എഴുതി ഉണ്ടാക്കിയിട്ട് അവൻ ഒരു സഭ അവിടെ തുടങ്ങുകയാണ്. ആ സമയത്ത് കത്തോലിക്ക എന്നുള്ള പേരില്ല. അങ്ങനെ എഫെസസ് സഭയിലെ നുഴഞ്ഞുകാറ്റക്കാരുടെ ഇടയിൽ നിന്നും കർത്താവ് ഇറാനിയോസ് എന്ന ഒരു വ്യക്തിയെ വിളിച്ചിട്ട്, ഭൂമിയിൽ നിന്ന് ഒരു ജഡശരീരം, ഒരു വ്യക്തിയെ വിളിച്ചിട്ട് ദൈവത്തിന്റെ കയ്യിലെ രണ്ടാമത്തെ, വലത് കയ്യിലെ രണ്ടാമത്തെ ഏഞ്ചൽ, നക്ഷത്രം, ആ ഏഞ്ചലിനെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് അയച്ചിട്ട് ഈ വ്യക്തിയുടെ ഉള്ളിലേക്ക് വന്നിട്ട് ഈ തെറ്റി നിൽക്കുന്ന അപ്പോസ്തലന്മാരുടെ വിശ്വാസത്തിൽ നിന്ന് തെറ്റി നിൽക്കുന്നവരെ യഥാസ്ഥാനത്താക്കുവാനായിട്ട് റോമർ 5:1 വീണ്ടും അത് തന്നെ പറഞ്ഞു കൊടുത്തു. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അല്ലാതെ പിതാവ് പുത്രനും നമ്മൾ നിഷേധിക്കുന്നില്ല. കർത്താവായ യേശു ക്രിസ്തു നാമൊന്ന് കേൾക്കുമ്പോൾ തന്നെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും തള്ളിക്കളഞ്ഞു. നിങ്ങൾ വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കൂ. പിതാവ് ആക്ഷരികം, അതിൻ്റെ ആത്മീയം കർത്താവ്. യേശു പറഞ്ഞില്ലേ, കർത്താവേ ഇവരോട് ക്ഷമിക്കണമേ. പിതാവിനോടല്ലേ പ്രാർത്ഥിച്ചത്? അപ്പോൾ പിതാവിൻ്റെ നാമം കർത്താവ്. പുത്രന്റെ നാമത്തിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ പുത്ര സൗഖ്യമാക്കണേ, പുത്ര അനുഗ്രഹിക്കണം എന്ന് പറയോ? അപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം പുത്രന്റെ നാമം യേശു ആണെന്ന്. അപ്പം പിതാവിന്റെ നാമം കർത്താവ്, പുത്രന്റെ നാമം യേശു. കർത്താവ് യേശു. അപ്പൊ പിതാവിനെയും തള്ളിയില്ല, പുത്രനെയും തള്ളിയിട്ടില്ലേ. കർത്താവ് യേശു. പരിശുദ്ധാത്മാവിന്റെ നാമം ക്രിസ്തു. പരിശുദ്ധാത്മാവ് മുദ്രയിട്ടിരിക്കുന്നു, ക്രിസ്തുവിന്റെ മുദ്ര. പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു, ക്രിസ്തുവിൽ സംസാരിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവ് 1 കൊരിന്ത്യർ 11:19 അവിടെ പറയുന്നു. ക്രിസ്തു പരിശുദ്ധാത്മാവ് ഇരിക്കുന്നു. ഇതാണ് മഹത്വത്തിന്റെ പ്രത്യാശ. ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. പിശാചിനെ 3 ആക്കി. ക്രിസ്തു എന്ന് പറഞ്ഞാൽ അത് യേശു ആണെന്ന് പറയും. പരിശുദ്ധാത്മാവാണോ യേശു? അല്ല, അത് വേറെ വേറെ എന്ന് പറയും. പിശാച് ആകെ കുഴപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതായത് തത്വ സംഹിതകളും അതിൻ്റെ ആചാരങ്ങളും ക്രിയകളും ഒന്നും ഇല്ലാതെ തന്നെ യേശുക്രിസ്തുള്ള വിശ്വാസത്താൽ നമുക്ക് ദൈവത്തോട് നീതീകരണമുണ്ട് എന്ന് ഇറാനിയോസ് വിളിച്ചു പറഞ്ഞു. ഇത് കേട്ട് വിശ്വസിച്ച ജനം തൊട്ടു മുമ്പത്തെ ബൈബിൾ പറയുന്നത് സാത്താന്റെ പള്ളി, ഈ വെളിപ്പാട് ലഭിക്കും തോറും അത് വിളിച്ചു പറയുന്നത് തൊട്ട് മുമ്പിലുള്ള സഭകളിലേക്കാണ്. ഇന്ന് ഞാൻ 7ാമത്തെ സഭയിൽ നിൽക്കുമ്പോൾ ഞാൻ എവിടെയൊക്കെ വിളിച്ചു പറയുന്നു? കത്തോലിക്ക മുതൽ പെന്തക്കോസ്ത് വരെ ഇരിക്കുന്ന സഭകളിലേക്കാണ് എനിക്ക് വിളിച്ചു പറയാനുള്ളത്. ഇറാനിയോസ് വന്നപ്പോഴത്തേക്ക് നേരെ ആ സഭയിലേക്ക് മാത്രം ആ സഭയിലേക്കും എഫെസസ് സഭയിൽ തെറ്റി നിൽക്കുന്നവരുണ്ടെങ്കിൽ അവരോടും പറഞ്ഞാൽ മതി. ഓക്കെ, CSI വന്നപ്പോഴത്തേക്ക് മാർത്തോമയിലും കത്തോലിക്കയിലും വിളിച്ചു പറയണമായിരുന്നു. ലൂതർ വന്നപ്പോഴത്തേക്ക് CSIയിലും മാർത്തോമയിലും കത്തോലിക്കയിലും പറയണമായിരുന്നു. പെന്തക്കോസ് വന്നപ്പോഴത്തേക്ക് ലൂതറിൽ പറയണം, മർത്തോമയിൽ പറയണം, CSIയിൽ പറയണം, കത്തോലിക്കയിൽ പറയണം. ഇന്ന് 7ാമത്തെ പെന്തക്കോസിന് ശേഷം അവസാനത്തെ ലവോദിക്ക സഭാകാലത്തുള്ള ദൈവസഭയിൽ ആണ് ഞാൻ നിൽക്കുന്നത്, അപ്പോസ്തലന്മാരുടെ വിശ്വാസത്തിലേക്ക്. അപ്പൊ എനിക്കിന്ന് എവിടെയെല്ലാം പറയണം? ഞാൻ ഈ സന്ദേശം അറിയിക്കേണ്ടത് സഭകൾക്കകത്താണ്. യേശു ഏതാ പറഞ്ഞത്? 2 കൊയ്ത്തോളം വളരട്ടെ. വളർന്നിരിക്കുന്ന സഭകൾക്ക് അകത്ത് ദൈവത്തിന്റെ സീഡ് ഒറിജിനൽ 1ഉം 2ഉം ഒക്കെ ഉണ്ടാവുള്ളൂ. അവരോട് അറിയിച്ചിട്ട് ഗോതമ്പ് യജമാനൻ വരുന്നതിന് മുമ്പേ ഗോതമ്പിനെ പുറത്തേക്ക് എടുക്കും. ഇതാ യോഹന്നാൻ 10 യേശു പറഞ്ഞ, എൻ്റെ ആടുകളെ ഞാൻ പേർ ചൊല്ലി വിളിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി അവയ്ക്ക് മുമ്പായി വഴി നടത്തും. ഓരോ കാലത്തും ദൈവിക വെളിപ്പാട്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, പെന്തക്കോസിൽ വന്നവർ പഴയ സഭയിൽ മടങ്ങി പോയിട്ടില്ലല്ലോ. ഓക്കെ, അപ്പോൾ നീതീകരണത്തിലൂടെ ഇറാനിയോസ് പറയുന്നതിനെ സഭകൾക്കകത്തേക്ക് വിളിച്ച് പറയുമ്പോൾ അവിടെ ഒരു യുദ്ധം ഉണ്ടാവും. വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരും തമ്മിലൊരു മത്സരം ഉണ്ടാവും. അത് ജയിക്കുന്നവനാണ് ഈ കാലത്തിന്റെ ക്രിസ്തുവിന്റെ മണവാട്ടി. ബാക്കി മുഴുവനും നോഹയുടെ കാലം പോലെ അറിഞ്ഞിട്ട് തള്ളിക്കളഞ്ഞവരാണ്. ഇന്നും അങ്ങനെ തന്നെയാണ് 99%. ഓക്കെ, ഒടുവിൽ യുദ്ധം ജയിച്ച് ചെറിയൊരു കൂട്ടം പുറത്തേക്ക് വരുന്നു. ബാക്കിയുള്ളവരെ ആ അവസാന നാളിലേക്ക് അല്ലെങ്കിൽ തീക്കായി കാത്തു സൂക്ഷിക്കുന്നു. അവർ എതിർ ക്രിസ്തുക്കളാകുന്നു.
അങ്ങനെ ഒടുവിൽ വിശ്വസിച്ച ചെറിയൊരു കൂട്ടം നീതീകരണത്തിലൂടെ ദൈവം പുറത്തേക്ക് എടുക്കുന്നു. ബാക്കിയുള്ളവരെല്ലാം അവിടെ തന്നെ തുടരുന്നു. ഇങ്ങനെ പുതിയൊരു സന്ദേശം അല്ലെങ്കിൽ വചന വെളിപ്പാട് കേട്ട് വിശ്വസിക്കാനും അങ്ങനെ വിശ്വസിച്ച് വചനം പ്രമാണിച്ചനുസരിക്കാനും പഴയത് വിട്ടുപേക്ഷിച്ച് പുതിയതായി ദൈവ ഇഷ്ടപ്രകാരം മറ്റൊന്ന് തിരഞ്ഞെടുക്കുവാനും പുറത്തേക്ക് വരുന്നതിനുമായി നമ്മളൊന്നും ചെയ്യേണ്ടതില്ല. ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ വചനം ഉണ്ട് എങ്കിൽ ആ വചനം സപ്പോർട്ട് ചെയ്യും. നിങ്ങൾ അനേകം പേർക്ക് അങ്ങനെ ഉണ്ട്. ഈ പുരോഹിതന്മാർ കള്ള പുരോഹിതന്മാരെന്ന് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾക്ക് പോകാൻ മറ്റൊരു സ്ഥലമില്ലാതിരിക്കുമ്പോൾ ശരിയായത് ഇവരൊന്നും ശരിയല്ല എന്നുണ്ടെങ്കിൽ ശരിയായ വചനത്തോടൊപ്പം ചേർന്ന് നോക്കുക. നോക്കൂ, ഓരോ സഭാകാലത്തുമുള്ള ജനം നാം ദൈവം പുറത്തേക്ക് വിളിക്കുമ്പോൾ ഓരോ സഭാകാലത്തിലും അപ്പോസ്തല പ്രവൃത്തി മുതൽ തുടങ്ങിയ വിശ്വാസത്തിൽ നിന്ന് പിശാച് തെറ്റിച്ച് കളഞ്ഞവരെ തിരികെ യഥാസ്ഥാനത്താക്കുന്നതിന് വേണ്ടി വെളിപ്പാടിനാൽ സഭ തുടങ്ങി. അവിടെ നീതീകരണം, വിശുദ്ധീകരണം, പരിശുദ്ധാത്മാഭിഷേകം, ഇത്രയുണ്ടായിരുന്നു 4 കാര്യങ്ങൾ. അപ്പം മുഴുവനും കത്തോലിക്ക സഭ അല്ലെങ്കിൽ എതിർ ക്രിസ്തു ഒന്നാമത്തെ കുതിരപ്പുറത്തും രണ്ടാമത്തെ കുതിരപ്പുറത്തും വന്നവൻ തകർത്ത് കളഞ്ഞതിനെ ദൈവം ഒരു വ്യക്തിയെ ഇറാനിയോസിനെ ഉപയോഗിച്ചുകൊണ്ട് അപ്പോസ്തലന്മാരുടെ വിശ്വാസത്തിലേക്ക് വരികയാണ്. ആദ്യം നീതീകരണത്തിലേക്ക് വിളിക്കണം, സ്റ്റെപ്പായിട്ട് തിരികെ കൊണ്ടുവരണം. അപ്പോൾ അതിനെ വിട്ട് പുറത്തേക്ക് വന്ന് ആ വചനം വിശ്വസിച്ച് പ്രമാണിച്ചനുസരിക്കുമ്പോൾ നീതീകരിക്കപ്പെടുന്നു. അവർ ആ കാലത്തിന്റെ ക്രിസ്തുവിനെ മണവാട്ടി. ബാക്കിയുള്ളവർ പരിഹസിച്ച് അവര് അപവാദം പറഞ്ഞ് തള്ളിക്കളയും. ലോകസ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തുവിൽ മുൻകുറിക്കപ്പെട്ടവർക്ക് മാത്രമേ അതത് കാലത്തിന്റെ മണവാട്ടിയാവുവാൻ കഴിയുള്ളൂ. കാരണം ഇവർ പണ്ടേ ക്രിസ്തു എന്ന ശരീരത്തിന്റെ ഭാഗമായിരുന്നു. അതാണ് വീണ്ടെടുപ്പ്. ഒരു ക്രിസ്തുവിൽ ഉണ്ടായിരുന്നത് നഷ്ടപ്പെട്ടു പോയതിനെ വീണ്ടും തിരഞ്ഞെടുക്കുന്നതിനാണ് വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ ഇപ്പോൾ ഇറാനിയോസ് വന്നിട്ട് കുറച്ച് വ്യക്തികളെ വിളിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഇവിടുത്തെ ഇതിൻ്റെ സഭാകാലം 170 മുതൽ 312 വരെ, ഏകദേശം 325 കത്തോലിക്ക സഭ നിലവിൽ വന്നു. ആ സഭ നിലവിൽ വരികയും അവിടെ ഒരു സിംഹാസനം പണിയുകയും ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് പിന്നത്തേതിൽ യേശു പോയി പരിശുദ്ധാത്മാവ് വന്ന് സഭ തുടങ്ങി. ഇങ്ങനെ യേശു ക്രിസ്തു വരുന്നതിന് മുമ്പ് എങ്ങനെയൊക്കെ കടന്നു പോകും എന്നത് ദൈവം മുൻകൂട്ടി കണ്ടിട്ട് എഴുതി വച്ചിരിക്കുകയാണ്. അപ്പോൾ അപ്പോസ്തലന്മാരുടെ വിശ്വാസവും ആ സ്നാനവും തള്ളിക്കളഞ്ഞവരെ എന്ത് പറയുന്നു? സാത്താൻ്റെ പള്ളി. നിങ്ങളും സമ്മതിച്ചു തരില്ല. ഇതിനകത്ത് 1-2 പേരുണ്ടെങ്കിൽ അവർക്ക് വചനത്തോടാണ് ദാഹം, സ്വർഗീയ പ്രവേശനമാണ് അവരുടെ പ്രത്യാശയെങ്കിൽ അവർക്ക് മാത്രമേ അത് വിശ്വസിക്കാൻ കഴിയുള്ളൂ. ബാക്കിയുള്ളവരെല്ലാവരും എതിർക്കുന്നുവെങ്കിൽ പരിശോധിക്കുക ഉള്ളിൽ ആത്മാവ് ഏതാണെന്ന്. അപ്പോൾ ഇത് കേട്ട് വിശ്വസിച്ച് പുറത്തേക്ക് വന്ന അവിടെ നീതീകരണം. ഇനി കത്തോലിക്ക സഭ നിലവിൽ വരുമ്പോൾ അവർക്കൊരു സിംഹാസനം കൊടുക്കുന്നുണ്ട്. അവരെക്കുറിച്ച് മൂന്നാമത്തെ സഭാകാലം, അതായത് AD 312 മുതൽ 606 വരെയാണ് മൂന്നാമത്തെ സഭാകാലം. ആ കാര്യം പറയാം. അപ്പോഴത്തേക്ക് ആ സഭയെക്കുറിച്ചും ആ വിശ്വാസത്തെക്കുറിച്ചും എന്തു പറഞ്ഞിരിക്കുന്നു മുന്നമേ ഇപ്പോൾ അത് വെളിപ്പെട്ടപ്പോൾ ഞാൻ വിളിച്ചു പറയുകയാണ്. നിങ്ങൾക്കും അത് കേട്ടിട്ട് വേണമെങ്കിൽ വരാം. നിങ്ങൾ സഭാ കമ്പമാണ്, പുരോഹിതനാണ് കമ്പം, നിങ്ങളുടെ ദൈവമെങ്കിൽ നിങ്ങൾക്ക് അവരോടൊപ്പം നിൽക്കാം. അല്ല, വചനമാണെങ്കിൽ ഈ വചനം വെച്ചിട്ടാണ് കർത്താവ് ന്യായം വിധിക്കുന്നത്. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. അത് വിഷമിക്കേണ്ട, കുറച്ച് ശക്തമായി തന്നെ പറയണം. അതങ്ങനെ തന്നെ പറയണം. അതൊരു ആത്മാവിൻ്റെ ശുശ്രൂഷയാണ്. മനുഷ്യരെ നോക്കി ലജ്ജിക്കില്ല. അതങ്ങനെയാണ് അപ്പോസ്തലന്മാർ അത് അങ്ങനെ തന്നെ സംസാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞതിന് വിരുദ്ധമായി ആര് പറഞ്ഞാലും ശപിക്കപ്പെട്ടവർ. ക്രിസ്തു എന്ന ഏകപുരുഷൻ നിങ്ങളെ നിർമ്മല കന്യകയായി വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്നു. പിശാച് നമ്മളെ ചതിക്കുമോ എന്ന് അവൻ ഭയപ്പെടുന്നു. പൗലോസിനറിയാം, പൗലോസിൻ്റെ കാലത്ത് തന്നെ ഉണ്ടായിരുന്നു. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. രണ്ടാമത്തെ സഭാകാലം കഴിഞ്ഞു. അടുത്തത് മൂന്നാമത്തെ 7 സഭാകാലമുണ്ട്. ഇത് 7 പൂർത്തിയായി നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇന്ന് നാം ഏത് വിശ്വാസത്തിലാണ് ഈ സഭകൾ നിൽക്കുന്നത്, എങ്ങോട്ടാണ് പോകേണ്ടത്, ഏത് വിശ്വാസം നിൽക്കുന്നത്, കർത്താവ് ആരിൽ നിന്നാണ്, ഏത് സഭയിൽ നിന്നാണ്, അല്ലെങ്കിൽ ഏത് വിശ്വാസത്തിൽ നിന്നാണ് കർത്താവ് കൊണ്ടുപോകുന്നത്. നമുക്ക് ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു, ആദ്യത്തെ പ്രവൃത്തി വിട്ടുകളഞ്ഞു, ആദ്യത്തെ പ്രവൃത്തി സ്നാനം. ആ കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ സ്നാനപ്പെട്ട് തന്നെ പുറത്തേക്ക് വന്ന് ഗോതമ്പ് കളപ്പരയിൽ ശേഖരിക്കപ്പെടണം. വേറെ വഴിയായി വന്നവൻ കള്ളനും കവർച്ചക്കാരനും. അത് മത്തായി 22 പറയുന്നുണ്ട്. വിവാഹ വസ്ത്രം, നീതീകരണമില്ല, വിശുദ്ധിയുടെ വസ്ത്രമില്ലാതെ ഒരുവനെ കണ്ടപ്പോൾ നീ എങ്ങനെ ഏത് വഴിയായി വന്നു? അവൻ്റെ ഉത്തരം മുട്ടിപ്പോയി, കൈയും കാലും കെട്ടി അവൻ നരകത്തിലിട്ടു. അല്ല, അത് വിവാഹ വസ്ത്രമില്ലാതെ ലജ്ജിപ്പിച്ചനൊന്നുമല്ല. അവന് വിവാഹ വസ്ത്രം കിട്ടാൻ ഒറ്റ വാതിലുള്ള വാതിൽക്കാണ് വിവാഹ വസ്ത്രം കൊടുക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു എന്ന നാമം നിമിത്തം അത് തള്ളിക്കളഞ്ഞതുകൊണ്ടാണ് അവനെ കൊന്ന് കളഞ്ഞത്, നരകത്തിലിട്ടത്. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഭയക്കണ്ട, ദൈവത്തിൻ്റെ ആത്മാവിനോട് പ്രാർത്ഥിക്കുക. കർത്താവ് വെളിപ്പെടുത്തൽ. എന്തെങ്കിലും മനസ്സിലായവർ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വിളിക്കുക. താങ്ക് യു.